ഹലോ കൂട്ടുകാരെ, നാരങ്ങ വെള്ളം പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നാരങ്ങ തോടെടുത്ത് കളയാറല്ലേ ഉള്ളത്. അപ്പോൾ അത് കളയണ്ട കേട്ടോ. ഇനി വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാച്ചാർ തയ്യാറാക്കാം നമുക്ക് ആ തൊലി കൊണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം തോട് കളയാറാണ് സാധാരണ ഉള്ളത് അല്ലേ. അപ്പോൾ ഞാൻ വേണ്ടേ നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള തോടാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. തോട് ഒരു ചില്ല് കുപ്പിയിലോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് കല്ലുപ്പും 2-3 പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ അതവിടെ വെച്ചിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ ഇതുപോലെ എടുക്കുമ്പോൾ നമ്മൾ നാരങ്ങ നീര് പിഴിയുമ്പോൾ തന്നെ നമ്മൾ ആ തോടെടുത്ത് ഇതിനകത്തോട്ട് ഇടുവാണ്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ ഉപ്പൊക്കെ ആയിട്ട് മിക്സായിട്ട് നമ്മുടെ നാരങ്ങയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്കിതെടുത്ത് അച്ചാറുണ്ടാക്കാം. നല്ലതുപോലെ ഒന്ന് പരുവായിട്ട് ഇത് വരും, നല്ല മയമായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാരങ്ങ അച്ചാറിനെക്കാട്ടിലും ഒട്ടും കയ്പില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരാഴ്ച ഇരുന്നപ്പോൾ തന്നെ എൻ്റെ നാരങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ലൂസായി ഒന്ന് ഞെങ്ങിയാലിങ്ങനെ ഉടയുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം. നമ്മളിതൊരു പാനിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈന്തപ്പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഈന്തപ്പഴം ചേർത്തു എന്ന് പറഞ്ഞിട്ട് നല്ല മധുരമുള്ള അച്ചാറൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും. ഒരു മധുരവും ഇല്ല, കറക്റ്റ് നാരങ്ങാച്ചാറിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക്, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, ശരീരത്തിന് ഗുണവും ഉണ്ടാവും. പിന്നെ അച്ചാർ നല്ലപോലെ ഇരിക്കുകയും ചെയ്യും ഒരുപാട് നാൾ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ ഒരു 10 ഈന്തപ്പഴം ഇതുപോലെ ഒന്ന് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് എടുക്കുക. ഈ ഈന്തപ്പഴം നല്ലതുപോലെ എണ്ണത്ത് അലിഞ്ഞു പോകും കേട്ടോ. അതിന് ശേഷം ആ ഈന്തപ്പഴം ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല കുറുകിയ നല്ല ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് ആ വിനാഗിരിയുടെയൊക്കെ ഒരു ഇതൊക്കെ മാറി നല്ലൊരു കുറുകി നല്ല വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ തോടും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഞാനിപ്പോൾ പച്ചമുളക് ചേർത്താണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകോ കാന്താരിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതൊന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. അത് ഞാൻ ഒരു ദിവസം അങ്ങനെ തന്നെ വെച്ചിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴാണ് ഈ അച്ചാർ കുപ്പിയിലേക്ക് മാറ്റിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സ്വാദിഷ്ടമായ നാരങ്ങാച്ചാർ തയ്യാറായിട്ടുണ്ട്. ഈ അച്ചാറിന് ഒരു കയ്പുമില്ല കേട്ടോ. കഞ്ഞിലൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.